ആലപ്പുഴ ജില്ലയിലെ എടത്വ മേഖലയിൽ ശക്തമായ കാറ്റും മഴയുമാണ്. തലവടിയിൽ 2 വീടുകൾ തകർന്നു. ഒട്ടേറെ മരങ്ങൾ കടപുഴകി വീണും അപകടങ്ങളുണ്ട്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായിട്ട്. രഘു, എങ്ങനെയാണ് ആലപ്പുഴ, പ്രത്യേകിച്ചും തീരദേശ മേഖലയിൽ കടൽ ക്ഷോഭം എന്തെങ്കിലും ഉണ്ടോ? എങ്ങനെയാണ് മുൻകരുതൽ? ദിവിഷ്, ഇന്നലെ കൊടും വെയിലായിരുന്നു. നമ്മൾ ഈ ഉഷ്ണ ദിവസങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പോലത്തെ കൊടും ചൂടും വെയിലുമായിരുന്നു. ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് പ്രകൃതി ആകെ മാറി. കോഴിച്ചൊരിയുന്ന മഴയാണ് ആലപ്പുഴ ജില്ലയിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും. മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റും എടത്വ തലവടി മേഖലയിൽ വീശിയിട്ടുണ്ട്. അവിടെ 2 വീടുകളുടെ മേൽക്കൂര പൂർണ്ണമായും പറന്നുപോയി. 1-2 വീടിൻ്റെ മുകളിലേക്ക് മരവും വീണിട്ടുണ്ട്. നിരവധി മരങ്ങൾ കടപുഴകി വീഴുകയും വൈദ്യുതി പോസ്റ്റ് അടക്കം തകരുകയും ചെയ്തിട്ടുണ്ട്. വ്യാപകമായി ജില്ലയിൽ മഴ ലഭിക്കുന്നുണ്ട്. ഈ കിഴക്കൻ വെള്ളം വന്നാൽ മാത്രമാണ് കുട്ടനാടിനെയും അപ്പർ കുട്ടനാടൻ മേഖലയും ഒക്കെ മുക്കുക. അതിനുള്ളൊരു സാധ്യത നിലവിലില്ല. പക്ഷേ അതിശക്തമായ മഴയാണ്. ഈ പമ്പയാറാണ് കാണുന്നത്. പമ്പയാറ്റിൽ ഉൾപ്പെടെ അതിശക്തമായ ഒഴുക്കുണ്ട്. ഇതുവരെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തീരമേഖലയിലാണെങ്കിൽ ഇപ്പോൾ വേലി ഇറക്ക സമയമാണ്. അതുകൊണ്ടൊരു ആശ്വാസമുണ്ട്. പക്ഷേ മഴ ഇങ്ങനെ നിൽക്കുകയും വേലിയേറ്റം ഉച്ചയ്ക്ക് ശേഷം വേലിയേറ്റം കണക്കുകയും ചെയ്താൽ തീരമേഖലയിലും അതിശക്തമായ കടൽക്കയറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തോട്ടപ്പള്ളി കഴിഞ്ഞ മഴ സീസണോടുകൂടി തോട്ടപ്പള്ളി സ്പിൽവേ തുറന്നിട്ടത് കൊണ്ട് അങ്ങനെ ഒരു വെള്ളക്കെട്ട്, കിഴക്ക് നിന്ന് വരുന്ന വെള്ളം വേഗത്തിൽ ഒഴുകിപ്പോകാനുള്ള സൗകര്യമുണ്ട്. നിലവിൽ അതിശക്തമായ മഴയുണ്ട്, കാറ്റുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വെള്ളത്തിനടിയിലാണ്. അവിടെ നിന്നൊന്നും വെള്ളം കാര്യമായി രീതിയിൽ, അതായത് കുട്ടനാടിൻ്റെ ഉൾപ്രദേശങ്ങളിൽ വീടുകളൊക്കെ ഇപ്പോഴും വെള്ളത്തിനടിയിലുള്ള വീടുകളൊക്കെ ഉണ്ട്. എന്നാൽ വ്യാപകമായ രീതിയിൽ വെള്ളക്കെട്ടോ വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയോ ഇല്ല. പിന്നെ മറ്റൊരു ദുരന്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദുരിതം എന്ന് പറയുന്നത്, ദേശീയപാതയുടെ നിർമ്മാണമാണ്. പലയിടത്തും ദേശീയപാത മുൻപുള്ളതിനേക്കാൾ ഒരു 6-7 അടിയൊക്കെ പൊങ്ങിയ സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ ഇരുവശങ്ങളിലുമൊക്കെയുള്ള വീടുകളിലേക്ക് ഈ പെയ്ത്ത് വെള്ളം നിന്നു പോകുന്ന അവസ്ഥയുണ്ട്. ഒഴുകി പോകാനുള്ള സ്ഥലമില്ല. അങ്ങനെയൊക്കെ മനുഷ്യർക്ക് ദുരിതങ്ങളുണ്ട്. എന്തായാലും പൊതുവെ ഇനിയും മഴയ്ക്കുള്ള സാധ്യതയാണ്. അന്തരീക്ഷം വളരെ കെട്ടിമൂടി നിൽക്കുകയാണ്. വലിയൊരു പെയ്ത്ത് ഏത് നിമിഷവും ഉണ്ടാകും. ശരി. ആലപ്പുഴയിൽ നിന്നുള്ള വിവരങ്ങളാണ് രഘുനാഥ് നാരായണൻ നൽകിയത്.